ഒരു 10 സെന്റ് ഭൂമി അയാള് പള്ളിയിലേക്ക് കൊടുത്തു. 10 ഏക്കർ ഭൂമിയിൽ നിന്ന് പള്ളിയിലേക്ക് ഒരു 10 സെന്റ് കൊടുത്തു. എന്നിട്ടോ ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് 9 ഏക്കറും 90 സെന്റ് ഭൂമിയും കൃഷിഭൂമി ഇവിടെയുണ്ട്. ഇയാള് നല്ലോണം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അതിൽ കാപ്പിയിട്ടു, കുരുമുളകിട്ടു, ഏലക്കയിട്ടു, ഇങ്ങനെ എല്ലാ കൃഷിയും ഉണ്ടാക്കിയിട്ട് അധ്വാനിച്ച് രാത്രിയും പകലും കഷ്ടപ്പെട്ട് ഇവൻ അധ്വാനിച്ച് നല്ല കൃഷിയുണ്ടാക്കി. അതിന് 10 സെന്റ് പള്ളിയിലേക്ക് കൊടുത്തു. ബാക്കി മുഴുവനും അയാളെ കയ്യിലുണ്ട്. അയാളങ്ങ് മരിച്ചുപോയാൽ എന്തായി? 9 ഏക്കറും 90 സെന്റ് ഭൂമിയും ഇവിടെ ബാക്കിയാണ്. ആ 9 ഏക്കറും 90 സെന്റ് ഭൂമിയിൽ ആ മരിച്ച മനുഷ്യനിക്ക് യാതൊരു അവകാശവുമില്ല. അത് നിന്റേതല്ല. നീ അധ്വാനിച്ചിട്ടുണ്ടെങ്കിലും, നീ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും, നീ എത്ര അധ്വാനിച്ചുണ്ടാക്കിയതാണെങ്കിലും നീ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവകാശം മറ്റുള്ളവർക്ക് വന്നുപോയി. മക്കൾ അതിന്റെ അവകാശികൾ വന്നുപോയി. പിന്നെ നിനക്ക് ആ 9 ഏക്കറും 90 സെന്റ് ഭൂമിയിലും നിനക്ക് യാതൊരു അവകാശവുമില്ല. പക്ഷേ പള്ളിക്ക് കൊടുത്ത നീ 10 സെന്റ് ഭൂമിയുണ്ടല്ലോ, അത് നിന്റേതാണ്. ഖബറിലും അത് നിനക്കുണ്ട്, മഹ്ശറയിലും അത് നിനക്കുണ്ട്, നാളെ സ്വർഗത്തിലും അതിന് പകരം നിനക്ക് സ്ഥലമുണ്ട്. പക്ഷേ നീ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഉണ്ടാക്കി വെച്ച ബാക്കിയുള്ള സ്വത്തിൽ നിനക്ക് യാതൊരു അവകാശവുമില്ല. അതാണ് ജാരിയായ സ്വതക്ക. നിങ്ങൾ പള്ളിയിലേക്ക് വല്ലതും മദ്രസക്ക് വല്ലതും കൊടുത്താൽ, അല്ലെങ്കിൽ ദീനീ സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾ വല്ലതും കൊടുത്താൽ അത് നിങ്ങൾക്കുണ്ടാകും. കാസർഗോഡ് ഭാഗത്ത് ഒരു ആജിയാരുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തെ